ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ്. എൻ്റെ ചേച്ചീനെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്തേക്കാണ്. അപ്പം അങ്ങോട്ട് പോകുക. അപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യണു. കാരണം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അനിയത്തിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ ലാഗായിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ്. അപ്പോൾ ഞാനും അനിയത്തിയും കൂടിയിട്ടാണ് പോണത്. ഉച്ചയ്ക്കത്തെ ട്രെയിനിനാണ്, ജനശതാബ്ദി കോഴിക്കോട് നിന്നാണ് കയറുന്നത്. അപ്പോൾ പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാൻ കരുതി. അപ്പോൾ അവിടെ അമ്മയുണ്ട്, നമുക്ക് അമ്മേനോട് ചോദിക്കാം എന്താണ് കല്ലുവിനോട് പറയാനുള്ളത്. കല്ലുവിനോട് ഐ ലവ് യു. അപ്പോൾ കല്ലുവിനോട് നമുക്ക് ഐ ലവ് യു പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ പോവാണ്, അനിയത്തിയുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടിയിട്ട്, എല്ലാവരും കൂടിയല്ല, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പോട്ടെ കേട്ടോ. നല്ല കോമഡി ആയിരിക്കും, കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് പോകുന്നത്. എന്തൊക്കെയാവുന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഓക്കെ, വഴിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ ഇറങ്ങി നടക്കുകയാണ് കേട്ടോ. അമ്മ ഒരു 100 ഉപദേശം. അത് പിന്നെ എല്ലാ അമ്മമാരും അങ്ങനെയാണല്ലോ, എവിടേക്കെങ്കിലും പോകുന്നതിന് മുന്നേ ഒരു 10,000 കാര്യം പറയും. അപ്പോൾ കുറേ ഉപദേശമൊക്കെ തന്നിട്ടുണ്ട്. ഞങ്ങളുടെ എത്തുന്നവരെ അമ്മ അങ്ങനെ അരമണിക്കൂർ കഴിയുമ്പോൾ വിളിച്ചോണ്ടേ ഇരിക്കും കേട്ടോ. ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്, ഒരുപാട് വട്ടം ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ കുഞ്ഞീനെ അങ്ങനെ ഒറ്റയ്ക്കൊന്നും ആക്കിയിട്ടില്ല, അവൾക്കതിനുള്ള ഒരു സംഭവമായിട്ടില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കിഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ, നല്ല റിസൾട്ട് ചെയ്യാൻ. നമുക്ക് നമ്മളെ ഒരു മാനസിക സമ്മർദ്ദമൊക്കെ ഒരുപാട് കുറയ്ക്കാൻ നമ്മളെ ട്രാവലിങ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ 8:15 ആകുമ്പോഴേക്കും ഞങ്ങളുടെ ഇവിടുത്തെ ഓട്ടോ ചേട്ടനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ താഴെ വല്യച്ഛൻ്റെ വീടിൻ്റെ അവിടേക്ക് വന്നു. ഇതൊരു കുന്നാണ് ഗൈസ്, ഇത് കണ്ടോ. നമ്മൾ ഈ കുന്നിലൂടെ താഴേക്ക് ഇങ്ങനെ ഇറങ്ങണം. ഇതൊക്കെ ഞങ്ങളുടെ കാപ്പിത്തോട്ടമാണ് ഗൈസ്. പക്ഷേ ഇപ്പോൾ കാപ്പികളൊന്നുമില്ല, കാപ്പി വളരെ കുറവാണ്. അതൊന്നും ശ്രദ്ധിക്കാൻ ടൈമില്ല. ഒന്നാമത് എല്ലാവരും ജോലിക്ക് പോണവരാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ട്രെയിനിന് പോകാൻ കുറേ ആയി. ലാസ്റ്റ് ഞാൻ ട്രെയിനിന് പോയത് ഒരു പാലക്കാട് നിന്നായിരുന്നു. ലോങ് ആയിട്ട് അങ്ങനെ പോയിട്ട് കുറച്ചായി. ചേച്ചീൻ്റെ അവിടെ പോയിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു 1 year ആവാനായിട്ടുണ്ടാവണം. പിന്നെ ഞാൻ പോയിട്ടില്ല. ആഴ്ച ഇവിടെ മഴയൊക്കെ പെയ്തിട്ടാകെ ചളിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് താഴേക്ക് ഇറങ്ങണം. അപ്പോൾ ബസ് കയറിയിട്ട് കാണാം. നമ്മളെ ചേച്ചി ഇവിടെ ഉണ്ട്. കല്ലുവിനോട് എന്താ പറയണ്ടേ? പറ, എന്താ പറയാനുള്ളത്? ഞങ്ങളിനി ഒരാഴ്ച കഴിഞ്ഞ് കനിയോ ഞങ്ങൾക്കുള്ള വണ്ടി അയ്യോ ഞങ്ങൾക്കുള്ള വണ്ടി വന്നു ഗൈസ്. പോട്ടെ കേട്ടോ. അപ്പൊ ഞങ്ങള് മീനങ്ങാടി എത്തി. മീനങ്ങാടിയിൽ നിന്ന് ഇനി പ്രിയദർശിനി കിട്ടുമോ നോക്കണം. പ്രിയദർശിനി കിട്ടിയാൽ വേണം കയറാൻ. ഗൈസ് ഒരുമാതിരി കോലുണ്ടല്ലേ. നന്നായിട്ട് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് എത്തി. ഞങ്ങൾ കൽപ്പറ്റ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ബസ്സിൽ. പക്ഷേ അവിടെ തൊട്ട് ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയതാണ്. ചുരമൊന്നും ഞാൻ കണ്ടിട്ടില്ല സത്യത്തിൽ, അങ്ങനെ കിടന്നുറങ്ങി. അപ്പം ഇനി ഇവിടുന്ന് പിള്ളേർക്ക് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം, അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങണം. അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയാവും. അപ്പോൾ പിന്നെ എന്തായാലും കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് പോകാൻ വിചാരിക്കുകയാണ്. പിന്നെ 12:30 ആകുമ്പോൾ ആദിത്യ വരും. പോക്ക് ഇവിടെ തന്നെയാണ് ക്ലാസ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഇനി എന്തെങ്കിലും വാങ്ങാൻ എന്തെങ്കിലും പറ്റുമോ നോക്കട്ടെ കേട്ടോ. സ്റ്റുഡിയോയിലേക്ക് പോകാറുണ്ട്. എനിക്ക് ജീൻസ് എടുക്കണം. ഒരു കോമഡി ഉണ്ടായി ഗൈസ്.
സ്റ്റുഡിയോയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഞങ്ങളെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടാക്കി തന്നിരിക്കുകയാണ്. കോമഡിയാണ് ഗൈസ്, എന്താ ചെയ്യാ. ഹൈബറി ആയിട്ടൊരു ജീൻസ് എടുത്തു. ഇതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം. ട്രയൽ റൂം നോക്കട്ടെ ഗൈസ്. ആഫ്റ്റർ 1.5 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ എൻ്റെ ബെസ്റ്റിയെ മീറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. എനിക്ക് കാണണ്ടേ എൻ്റെ ബെസ്റ്റിയെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. വരട്ടെ, അവള് ക്ലാസ്സിലാണ്. 12:30 അവിടെ നിന്ന് ഇറങ്ങുള്ളൂ. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതിൻ്റെ തൊട്ട് അപ്പുറത്താണ് എൻ്റെ ഈ ബിൽഡിങ് കാണുന്നില്ലേ, ഈ ബിൽഡിങ്, അയ്യോ ഈ ബിൽഡിങ്, അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് ഞാൻ പഠിച്ച കോളേജ് ഉള്ളത്, മലബാർ ക്രിസ്ത്യൻ കോളേജ്. അതാ വരുന്നു എൻ്റെ ബെസ്റ്റി, നിങ്ങൾ കാണുന്നുണ്ടോ? അതാ ഇളിച്ച മുഖത്തോടെ വരുന്നില്ലേ, അതാണ് എൻ്റെ ബെസ്റ്റി. എന്താ ചിരി കണ്ടില്ലേ? ആഫ്റ്റർ എത്ര 1.5 ആഴ്ച അല്ലേ? 1.5 ആഴ്ചയായില്ലേ? ഇന്ന് 22 1.5 ആഴ്ച ആയിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? എന്നെ മിസ് ചെയ്തോ? ഞങ്ങളുടെ ലാസ്റ്റ് വ്ളോഗില് മറ്റേ ഫെയർവെല്ലിന്റെ സമയത്തുള്ള വ്ളോഗ് ലാസ്റ്റത്തെ എടുക്കാൻ പറ്റിയില്ല. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു കണ്ണീർ പരമ്പരയായിട്ട് മാറിയേനെ. അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു പോവാണ്. ഇനി അമ്രൂൻ അത് പിന്നെ അത് നമ്മള് സർപ്രൈസ് ആക്കി വെച്ചിട്ട് അടുത്ത വ്ളോഗിലിടും. അതെ, അടുത്ത വ്ളോഗില് അങ്ങനെ ഇടാൻ അവസരം ഉണ്ടാവട്ടെ എന്ന് ഞാൻ അപ്പൊ ശരി ഗായ്സ്. ഞങ്ങൾ ആദ്യമായിട്ട് ട്രെയിനിന്റെ ഏറ്റവും ബാക്കില് ബോഗിയിൽ കയറിയിരിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അയ്യോ ഇതല്ലല്ലോ അല്ലേ, അപ്പുറത്തെ. അപ്പോൾ പോട്ടെ കേട്ടോ, ഞങ്ങൾ കുറേ അപ്പുറത്തെ ഈ ട്രെയിനിൻ്റെ അങ്ങേ അപ്പുറത്താണ് ഞങ്ങൾ ആദ്യം പോയത്. പക്ഷെ പിന്നെ ഒരു സാറോട് ചോദിച്ചപ്പോൾ ആ സാറ് പറഞ്ഞു അവിടെയല്ല, DL1 ആണ്, അപ്പം അത് ഏറ്റവും പുറകിൽ. അങ്ങോട്ട് പോവുകയാണ്. ട്രെയിനിൽ കയറിയിട്ടോ, ഏറ്റവും ലാസ്റ്റ് ബോഗി, നമ്മുടെ ട്രെയിനിൻ്റെ ഏറ്റവും അവസാനമുള്ള ബോഗിയിലാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രെയിനിൽ കയറിയിട്ട് ഏറ്റവും അവസാനത്തെ ബോഗി പോകാൻ വേണ്ടി പറഞ്ഞത്. എവിടെയാണേലും കുഴപ്പമില്ലായിരുന്നാൽ പോലെ. നല്ല ക്ലീനാണ്, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, എന്നാലും കുഴപ്പമില്ല, ക്ലീനാണ്. കുറച്ചുകൂടി വായുസഞ്ചാരമുണ്ട്, ചാർജിങ് പോർട്ടുണ്ട്. ആദ്യത്തെ ജനശതാബ്ദിയിലൊന്നും അതില്ലായിരുന്നു. ഞങ്ങളങ്ങനെ തിരുവനന്തപുരം സെൻട്രലിൽ ഇറങ്ങി. പുറത്ത് രാഹുലേട്ടനൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഞങ്ങളുടേക്ക് പോവാണ്. ഒന്ന് വേഗം പോയാൽ മതി, കാറിലൊന്ന് എത്തി ഒന്ന് ഉറങ്ങണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ പോവാണ് ഗൈസ്. നോക്കട്ടെ, ഒരേ കണ്ടുപിടിക്കണം. ഒരു പുറത്തെവിടെയോ നിൽക്കുന്നുണ്ട്, നോക്കട്ടെ ഗൈസ്. ഞാൻ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് വ്ളോഗ് എടുക്കണം വിചാരിച്ചു, പക്ഷെ പെട്ടെന്നാണ് എൻ്റെ മൈൻഡ് കട്ടായത്. എന്തോ ഒരു സാധനമാണ്. ഒന്നാമത് കുഞ്ഞ് അപ്പുറത്ത് സൈഡിലേക്ക് ഇരിക്കണേ, ഞാനിപ്പുറത്ത് സൈഡിലേക്കാണ്. പിന്നെ എന്തോ ഒരു ടെൻഷനായിരുന്നു. മോളിങ്ങനെ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കല്ലേ, ഒരു പേടി. അതുകൊണ്ട് പിന്നെ എനിക്ക് ഒന്നിൻ്റെ ഒരു മൂഡില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിലിരുന്ന ഫാമിലീസ് ആയാലും ഒരു എന്തോ ഒരു സാധനം എനിക്കിഷ്ടപ്പെട്ടില്ല. ഐ മീൻ എന്തോ പിടിച്ചില്ല, നമ്മുടെ ആ ഒരു ടേസ്റ്റിനെ പറ്റിയതല്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഒന്ന് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ കുഞ്ഞി ആദ്യം പോയിട്ടുണ്ട്, ഓള് പോയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോകാൻ. എൻ്റെ മുഖമൊക്കെ ഉള്ള കോലം, പ്ലസ് എൻ്റെ കോലം കണ്ടില്ലേ, മാറി. ഓളൊന്ന് വേഗം വന്നാൽ മതിയായിരുന്നു. എനിക്ക് നല്ല ഉറക്ക ക്ഷീണമുണ്ട്. കാരണം രാവിലെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് 8 മണിക്കാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ സമയം 9:30. ഇവിടെ എത്തിയപ്പോൾ സമയം 9:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചു, പുറത്ത് നിൽക്കുന്നുണ്ട്, കാറെടുത്തിട്ട് നിൽക്കുന്നുണ്ട് പറഞ്ഞു. ഇന്നൊന്ന് വേഗം പോകണം.
ഞങ്ങൾ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇറങ്ങിട്ടോ. നോക്കുമ്പോഴേക്കും അത്യാവശ്യം ആൾക്കാരൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് അവരെ കണ്ടുപിടിക്കാം ഗായ്സ്. എൻട്രൻസ് എത്തി, നോക്കട്ടെ. ഇവിടെ എവിടെയോ ആണ് അവർ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, ഇതെവിടെയെങ്കിലും ഉണ്ടാകണം. അയ്യോ, അവരുടെ വണ്ടി നിർത്താൻ അവിടെ പറ്റില്ല. അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല പറഞ്ഞിട്ട് അവർ അപ്പുറത്തേക്ക് വണ്ടി മാറ്റിയിട്ടിരിക്കുക. അപ്പം ഞങ്ങളിതാ നമ്മളെ തിരുവനന്തപുരത്തിൻ്റെ മധ്യത്തിൽ നിൽക്കുകയാണ്. നമ്മളെ തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അപ്പം നോക്കട്ടെ അവർ വണ്ടി. അതാണോ രാഹുലേട്ടൻ? ആ, കണ്ട്. രാഹുലേട്ടനെ ഞങ്ങൾ കണ്ടു ഗൈസ്. പോട്ടെ, കൈ കാണിച്ചത്. ഇവിടെ 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 നോക്കട്ടെ കേട്ടോ ഗായ്സ്. അത് രാഹുലേട്ടനല്ല, വേറെ ആർക്കോ ഞാൻ കൈ കാണിച്ചിരിക്കുകയാണ്. രാഹുലേട്ടൻ എവിടെ? ആ, കണ്ടു ഗായ്സ്. ഇതല്ല. അയ്യോ, കാറ് മാറി. ഇപ്പൊ ഏതേലൊക്കെ കാറിലേക്കൊക്കെ ടാറ്റ കാണിക്കും മനുഷ്യൻ. ഇവരിവിടേക്ക് വരാന്നാണ് പറഞ്ഞത്. നോക്കട്ടെ കേട്ടോ, കാണുന്നുണ്ടോ? അതല്ലേ കാറ്, അവിടെ നിർത്തിയതല്ലേ? ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതാ ഗൈസ് ഞങ്ങളെ കാറുമായിട്ട് കാത്തിരിക്കുന്ന വ്ളോഗാണ്. റോഡൊന്നും എടുത്തില്ല. നിങ്ങൾ കുറെ നേരമായോ? ഞാനില്ല, അവിടുന്ന് ഒരാൾ വരുന്ന ഞാൻ കണ്ട്. എന്നിട്ട് ഞാൻ ടാറ്റയൊക്കെ കൊടുത്തു. പക്ഷെ രാവിലേട്ടനാണോന്ന് അറിയില്ല. പിന്നെ ഒരു ടാറ്റ അല്ലേ, പക്ഷേ പോയിക്കോട്ടെ കരുതി. കേറിയാലോ? പോയാലോ? പോവാൻ ഇപ്പൊ വ്ളോഗാണ് മോനെ ജീവിതം. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അപ്പൊ ഞങ്ങൾ കാറിൽ കയറിയിരിക്കുകയാണ്. ഇനി നേരെ വീട്ടിലേക്ക് പോകാം. അമ്പാടിക്ക് ഫേസ് കാണിക്കാൻ മടിയാണ് ഗൈസ്. നാളെ അമ്പാടി യൂട്യൂബിൽ വൈറലാവുന്നു. ഇപ്പൊ പോട്ടെ ഗൈസ്, നല്ല ടയേർഡാണ്. അന്നെ ഞാൻ ഇതില് കൂട്ടൂല, നീ പേടിക്കണ്ട. ഞങ്ങളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്തീ തുള്ളുന്നേ. അപ്പൊ ഞങ്ങളിവിടെ ചെറിയൊരു തട്ടുകടയുണ്ട്. ഇല്ലല്ല, അപ്പൊ ഇവിടെ നിന്നൊരു എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിക്കണം. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് പോവാണ്. 3 ദോശ, ഒരു ഓംലേറ്റ്, ഒരു രസവട, ഇതൊക്കെ കഴിച്ചിട്ടാട്ടോ പോണത്. ഇപ്പൊ വയറ് ഫുള്ളായി. ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കുളിച്ചിട്ട് കിടന്നാ മതി. ഫൈനലി എൻ്റെ പിള്ളേരെ അടുത്ത് എത്തി ഗൈസ്. അമ്മയുണ്ട്. അവരുറങ്ങാണ്. അപ്പം നമ്മൾ അവരെ ഉണർത്താൻ പാടില്ല. 2 പേരും നല്ല ഉറക്കമാണ്. ഉറങ്ങിക്കോട്ടെ. എന്താണ് പറയാനുള്ളത്? ഇത്രയും സമയം എന്ത് ചെയ്യുകയായിരുന്നു ഗായ്സ്? അപ്പോൾ പിള്ളേർ ഉറങ്ങാണ്. നമുക്ക് ഇൻട്രോ അല്ല എന്താ ഇൻട്രോ അല്ലല്ലോ, നമ്മൾ ഇവിടം കൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ കണ്ണ് കണ്ടറിയാം, കിറങ്ങിയടിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കണ്ണ് അടഞ്ഞടഞ്ഞ് പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ, സീ യു.